നമസ്കാരം. ദീപക് ഗോപി പ്രസൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ആറ്റിങ്ങൽ സ്വദേശിയായ ബാലചന്ദ്രൻ സാറാണ്. ഒരു ബഹുമുഖ പ്രതിഭയായ അദ്ദേഹം നിലവിൽ സാഹിത്യത്തിന്റെ മേഖലയിലാണ് കൂടുതലായി വ്യാപരിച്ചു വരുന്നത്. സാഹിത്യത്തിന്റെ മേഖലയിൽ പ്രത്യേകിച്ച് കവിതയുടെ രംഗത്താണ് ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വളരെ അനുകരണീയവും മാതൃകാപരവുമായ ഒരു പ്രവർത്തനങ്ങളിലൂടെ, സാഹിത്യ രംഗത്തുള്ള പ്രവർത്തനത്തിലൂടെ ലോക സാഹിത്യ രംഗത്ത് തന്നെ ചെറിയ ചില ചലനങ്ങളൊക്കെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് ഇതിനോടകമായിട്ടുണ്ട്. അതിലൂടെ ലോകശ്രദ്ധ നേടിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് ആദ്യം ബാലചന്ദ്രൻ സാറിനെ പരിചയപ്പെടാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ സാഹിത്യ സബരിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ഞാൻ ബാലചന്ദ്രൻ നായർ, ആറ്റിങ്ങൽ കൊടുമൺ സ്വദേശി. 30 വർഷത്തോളം CRPF സേവനം, രാജ്യസേവനമായിരുന്നു. അതിനുശേഷം സാമൂഹ്യ സേവനവും സാഹിത്യവുമായിട്ട് കഴിഞ്ഞു വരുന്നു. ഏകദേശം 80ഓളം ഭാഷകളിൽ എൻ്റെ കവിതകൾ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെതായി ഒരു ബുക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 80 ട്രാൻസ്ലേഷൻ ഉൾപ്പെടുന്നത്. പിന്നെ എൻ്റെ സ്വന്തമായിട്ട് 5 കവിതാ സമാഹാരങ്ങൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 1 മലയാളത്തിലും. എൻ്റെ ഉദ്ദേശം കൂടുതൽ പേരെ സാഹിത്യത്തിലേക്ക്, കൂടുതൽ കുട്ടികളെ, വിദ്യാർത്ഥികളെ സാഹിത്യത്തിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യമായിട്ട് കരുതുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോഴും തുടരുന്നു, ഭാവിയിലും അത് തുടരണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ സാറ് പറയുകയുണ്ടായല്ലോ, സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സാഹിത്യത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, സാർ എങ്ങനെയാണ് സാഹിത്യ രംഗത്തേക്ക് വരുന്നത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ചെറിയ കഥകളും മറ്റും എഴുതാറുണ്ടായിരുന്നു, കൊച്ചു കവിതകളും. അത് ആദ്യകാലത്ത് തമിഴിലായിരുന്നു. കാരണം എൻ്റെ ഹൈസ്കൂൾ ജീവിതത്തിൻ്റെ 3-4 വർഷം എനിക്ക് തമിഴ് സ്കൂളിൽ, നാഗർകോവിലിൽ ഒരു SLB ഹൈസ്കൂളിൽ പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അന്ന് തമിഴിൽ പ്രചാരമുണ്ടായിരുന്ന ആനന്ദ വികടൻ, റാണി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ ചെറിയ കഥകൾ എഴുതാനുള്ള ഭാഗ്യമുണ്ടായി തമിഴിൽ. അത് ഒരു സ്ഥിരമായിട്ട് എഴുതാറില്ലായിരുന്നു, എങ്കിലും എഴുതുവാനുള്ള ഒരു പ്രചോദനം അതിൽ നിന്ന് എനിക്ക് എഴുതാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സർവീസിൽ പോയ ശേഷം ഒരു സാഹചര്യം എല്ലാം മാറി, എല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും കിട്ടുന്ന സമയത്ത് ഞാൻ കൊച്ചു കഥകളും കവിതകളും എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു. അത് എന്തെങ്കിലും പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ ഞാനൊരു സിനിമാ പ്രേമിയായിരുന്നു. സിനിമാ പ്രേമം എന്നെ അവസാനം തിരക്കഥയിലോട്ട് കടത്തിവിട്ടു. ഒരു തിരക്കഥ എഴുതിയാൽ എന്ത് എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ മലയാളത്തിൽ 2-3 തിരക്കഥകൾ എഴുതി. അത് ഞാൻ സർവീസ് വിട്ടപ്പോൾ ആ തിരക്കഥകൾ ഒരു ആക്കാൻ ആരെയെങ്കിലും സമീപിച്ചാലോ എന്നുള്ള ചിന്താഗതി വന്നു തുടങ്ങി. ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ എനിക്ക് ശോഭിക്കാനായില്ലെങ്കിലും എൻ്റെ തിരക്കഥ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും മറ്റാരുടെയെങ്കിലും പേരിൽ മേടിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സന്തോഷമുണ്ടായി. ആ സന്തോഷം എന്നിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്തി. അപ്പോൾ എനിക്ക് എഴുതാൻ ഉള്ള കഴിവ് എനിക്കുണ്ടെന്നും അത് അംഗീകരിക്കപ്പെടും എന്നുള്ള തോന്നൽ ഊട്ടി വളർത്താൻ അത് എന്നെ ഏറെ സഹായിച്ചു എന്നുള്ളതാണ് സത്യം. ഞാൻ അതിൻ്റെ ക്ലെയിമിലേക്കൊന്നും പോകുന്നില്ല, കാരണം അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങൾ, ഞാൻ പിന്നെ കഥകളിൽ നിന്ന് കവിതകളിലേക്ക് മാറി. മലയാളത്തിലും ഇംഗ്ലീഷിലും കവിതകൾ എഴുതുക എന്നുള്ള രീതിയിലേക്ക് അത് മാറി. ഇംഗ്ലീഷിൽ ഏകദേശം 6000ഓളം കവിതകളെങ്കിലും എഴുതിയിട്ടുണ്ടാകും. അതിൽ 5 ബുക്കായി പ്രസിദ്ധീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. 10-ലേറെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാവ്യ കൂട്ടായ്മകളിൽ, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിൽ ഞാൻ അഡ്മിനായിട്ടും മോഡറേറ്ററായിട്ടും മറ്റും പ്രവർത്തിച്ചു. അതും ഒരുപാട് എൻ്റെ വാക്കുകളെ ശക്തിപ്പെടുത്തുവാനും എൻ്റെ കവിതയെ കൂടുതൽ ജനകീയമാക്കുവാനും ഉള്ള സഹായങ്ങൾ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ധാരാളം ഉണ്ടായി. അന്താരാഷ്ട്ര തലത്തിൽ ലോക സാഹിത്യ രംഗത്ത് ചെറിയ ചില ചലനങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന വലിയ ചില പ്രവർത്തനങ്ങൾ സാറിന് ഇതിനോടകം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച്, സാർ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെറിയൊരു അവബോധം പ്രേക്ഷകർക്കൊന്ന് കൊടുക്കാമോ? ഞാൻ ഈ കവിതകളിലൂടെ, ഇംഗ്ലീഷ് കവിതകളിലൂടെ അറിയപ്പെട്ടതുകൊണ്ടാകാം എൻ്റെ അടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കുട്ടികൾ വരാൻ തുടങ്ങി.
കുട്ടികൾ എന്ന് ഞാൻ പറയുന്നതെങ്കിലും അത് മിക്കവാറും ഉദ്യോഗമുള്ളവരോ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരോ ഒക്കെ ആയിരുന്നു. ഞാൻ അവരോട് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ 18 വർഷം 20 വർഷമായിട്ട് പഠിച്ച ഒരു ഭാഷ എന്തുകൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിവില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ളതിന് അവർക്ക് മറുപടി ഒന്നേ ഉള്ളൂ: ഞങ്ങളെ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ്. പക്ഷേ നല്ലവണ്ണം എഴുതാൻ കഴിയുന്നുണ്ട്, നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് കൈകാര്യം ചെയ്യാൻ എന്തോ ഒരു സങ്കോചം. ഒരു 2-3 മാസത്തെ കോഴ്സ് പ്രതീക്ഷിച്ച് വരുന്നവർ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത് മതി, ഇത് തന്നെ ധാരാളമാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ തിരിച്ചു പോകാൻ ഞാൻ പ്രേരിപ്പിച്ചു. അത് നിങ്ങൾക്ക് കഴിയും എന്നുള്ളൊരു വിശ്വാസം അവരിൽ ജനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമുക്ക് സ്കൂൾ തലത്തിൽ എങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ മലയാളം ഭാഷ 8-10 വർഷം പഠിക്കുന്ന കുട്ടിക്ക് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ള ഒരു പരീക്ഷണം ഈ പറയുന്ന സ്കൂൾ തലത്തിൽ നടക്കുന്ന എക്സാമിനേഷൻസ് അല്ലാതെ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കണം. അത് സ്കൂളുകളിൽ പോയി ടീച്ചേഴ്സുമായിട്ടും അതിൻ്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സംഭാഷണത്തിൽ കൂടി മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം. എൻ്റെ മകൾ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അവൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവൾ പഠിപ്പിക്കുന്ന ഭാഷ അറിയില്ലെങ്കിൽ അതൊരു പരാജയമാകില്ലേ എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാകാം ഞാൻ അങ്ങനെ ഏകദേശം 82ഓളം സ്കൂളുകളിൽ, വിവിധ സ്കൂളുകളിൽ, കൂടുതലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ, കൊല്ലം ജില്ലയിലുള്ള സ്കൂളുകളിൽ ഞാൻ കയറിയിറങ്ങി. ഇത്രയും ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഇങ്ങനെ കുട്ടികളിൽ നിന്ന് മിടുക്കരായ കുറച്ച് കുട്ടികളെ കഥ എഴുതുവാനോ കവിത എഴുതാനോ ഒക്കെ പ്രേരിപ്പിക്കാൻ എനിക്കൊരു അവസരം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. ഏതായാലും അത് വളരെ കാലത്തിന് ശേഷമാണ്, വളരെ നാളത്തെ പ്രവർത്തന ശേഷമാണെങ്കിലും അത് ഫലം കണ്ടു. അത് എങ്ങനെ ഫലം കണ്ടു എന്ന് വെച്ചാൽ, ഞാൻ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു 10ഓളം സാഹിത്യ ഗ്രൂപ്പുകൾ, ഇൻ്റർനാഷണൽ പോയിട്രി ഗ്രൂപ്പുകളിൽ ഞാൻ അഡ്മിനിസ്ട്രേറ്ററും മോഡറേറ്ററുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ഫോം ചെയ്ത ദ ഹെവൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ ഗ്രൂപ്പ്, 3000ഓളം കവികൾ അതിൽ സജീവ അംഗങ്ങളായിട്ടുണ്ടായിരുന്ന സാഹിത്യ ഗ്രൂപ്പ് പ്രയോജനപ്പെടുത്തി അതിലുള്ള എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച് നമുക്കൊരു പ്രോഗ്രാം തുടങ്ങാം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കണം. അത് സ്കൂൾ കുട്ടികളെ കണ്ടെത്തി ആ സ്കൂൾ കുട്ടികളിൽ നിന്ന് കവിത എഴുതാൻ കഴിവുള്ളവരെ നമുക്ക് കണ്ടെത്താം. ഞാൻ മുൻകൈ എടുക്കാം, നിങ്ങളെല്ലാം കൂടെ നിൽക്കണം എന്നുള്ള ഒരു എൻ്റെ ആശയം ഞാൻ മുന്നോട്ട് വെച്ചു. അത് അവർ അംഗീകരിക്കുകയുണ്ടായി. കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ കണ്ടെത്തി അവരുടെ സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഭാഷയിലുള്ള അഭിരുചി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു പുതുമ വേണമല്ലോ എന്നായി അടുത്ത ചിന്ത. ആ പുതുമ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ അംഗങ്ങളായിട്ടുള്ള ഒരു 4000-5000 കവികളുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇംഗ്ലീഷ് ഭാഷയിലും മറ്റു ഭാഷകളിലും എഴുതുന്ന കവികളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് അവരുടെ ഒരു ചെറു കവിത നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കാം. അത് കുട്ടികൾക്ക് കൊടുത്ത് അവരത് വായിച്ച് മനസ്സിലാക്കിയിട്ട് കവിത അല്ലെങ്കിൽ സാഹിത്യം ഇത്രയൊക്കെ ഉള്ളൂ, നമ്മൾ വിചാരിച്ചാലും നമുക്കൊരു ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ ചെയ്ത് എന്നിട്ട് കുട്ടികളോട് പറയും, ഇതുപോലൊരു കവിത അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ ഒരു കവിത എഴുതാൻ നിങ്ങൾ കൂടി ശ്രമിച്ചുകൂടെ എന്ന് കുട്ടികളോട് ആവശ്യപ്പെടാം. അപ്പോഴതിന് മിക്കവാറും അവരതിന് ശ്രമിക്കും. ആ ശ്രമത്തെ നമുക്ക് പുറത്തു കൊണ്ടുവന്ന് അതിന് പ്രയോജനപ്പെടുത്താൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നൊരു ആശയം മനസ്സിലുദിച്ചു. അതിൻ പ്രകാരം ഏകദേശം 3000ഓളം കവികളെ അവരുടെ പകൽ സമയത്ത്, നമ്മുടെ രാത്രിയായിരിക്കാം, അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആവശ്യം പറഞ്ഞു. പലർക്കും സംശയമുണ്ടായിരുന്നു, നമുക്ക് ഏതെങ്കിലും സാമ്പത്തിക നേട്ടത്തിനോ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ ഈ കവിത അവരോട് ചോദിക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ദൂരീകരിച്ചു. ഈ സതുദ്ദേശമാണെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം വളരെ നിസ്സീമമായ സഹകരണമായിരുന്നു. എത്രയോ കവികൾ, ഒരു 600ഓളം കവികൾ അവരുടെ സമയം ചിലവഴിച്ച് കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊച്ചു കവിതകൾ, നല്ല മനോഹരമായ കവിതകൾ അവരുടെ കവിതകൾ അയച്ചു തന്നു. അതോടൊപ്പം അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ ഒരു ചെറിയ വ്യക്തി വിവരണം കൂടി, ഏത് രാജ്യത്തുള്ള ഏത് കവിയെന്ന് കുട്ടികൾ അറിയണമല്ലോ, അതും അവരിൽ നിന്ന് കളക്ട് ചെയ്താണ് ഈ സ്കൂളുകളെ സമീപിച്ചു. അതിൻ്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ, ഭാഷാ അധ്യാപകരെയും സമീപിച്ചു. കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്, കുട്ടികൾക്കാണ് ഇത് കൊടുക്കൂ, അവർ ഒഴിവ് സമയത്ത് അത് വീട്ടിൽ പോയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട്
അവർക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തെലുങ്കിലോ കന്നഡയിലോ അറബിയിലോ ഒരു കൊച്ചു കവിത എഴുതിട്ട് ആ കവിത അവർ തന്നെ റെക്കോർഡ് ചെയ്ത് അയച്ചു തരികയാണെങ്കിൽ നമുക്ക് ദിവസവും രാവിലെ നമ്മുടെ ഈ ആഗോള സാഹിത്യ ഗ്രൂപ്പിൽ കൂടി ദിവസവും രാവിലെ നമുക്ക് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഉണ്ടായത്. യുവകവികളെ കണ്ടെത്താനായി സാർ 80-ലേറെ സ്കൂളുകൾ സന്ദർശിച്ചതായി പറഞ്ഞല്ലോ. അവിടെ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ആ സ്കൂളുകളിൽ നിന്നുള്ള പ്രതികരണം പൂർണ്ണമായി ആശാവഹമായിരുന്നോ അല്ലെങ്കിൽ നിരാശാജനകമായിരുന്നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം പല സ്കൂളുകളിലും അത് പ്രധാന അധ്യാപകരായാലും ഭാഷാ അധ്യാപകരായാലും അവർ ഓവർ ബർഡൻഡ് ആയിരുന്നു. അവരുടെ പോർഷൻ തീർക്കുവാനും എങ്ങനെയെങ്കിലും ആ സ്കൂൾ പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികളെ അതിന് പ്രാപ്തരാക്കാനും വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അവരെല്ലാം വളരെ ബിസിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പുറത്തു നിന്നുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല സ്കൂളുകളിലും അത് പറ്റില്ല. അത്ര മിടുക്കരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഇല്ല എന്ന് പറഞ്ഞ സ്കൂളുകളുണ്ട്. എന്നിരിക്കലും ആയിരക്കണക്കിന് വിദേശീയരായിട്ടുള്ള വളരെ ലോകപ്രശസ്തരായിട്ടുള്ള മുതിർന്ന കവികൾ ഗൈഡായിട്ട് വരുന്ന ഒരു പരിപാടിയാണെന്നും ഇത് നമ്മുടെ കുട്ടികൾക്ക് ഈ ആഗോളതലത്തിൽ ഒരു എക്സ്പോഷർ കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ പരിപാടി ഒരുപാട് പ്രയോജനകരമായിരിക്കും എന്നും പറഞ്ഞതാലാകാം പല സ്കൂളുകളും ശരി ഞങ്ങൾ ശ്രമിക്കാം, കുട്ടികളെ കണ്ടെത്താൻ ശ്രമിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. അതിന് പ്രകാരമാണ് ഇത്രയും കവിതകൾ, ഇത്രയും വിദേശത്ത് നിന്ന് നമ്മൾ സമാഹരിച്ച കവിതകൾ അധ്യാപകർ മുഖേന കുട്ടികളിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ആ കുട്ടികൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഇല്ല, 27 ഈ 80-ൽ പരം സ്കൂളുകൾ പങ്കെടുക്കാം എന്ന് സമ്മതിച്ചതിൽ 27 സ്കൂളുകൾക്ക് മാത്രമേ സഹകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് മറ്റുള്ള സ്കൂളുകളെ കുറ്റം പറയുന്നില്ല, അവരുടെ കൺസ്ട്രെയിൻസ് അങ്ങനെ ആയിരുന്നിരിക്കാം. ആ 27 സ്കൂളുകളിൽ നിന്നാണ് ഈ 407 പുതിയ കവികളെ കണ്ടെത്തി ലോക സാഹിത്യവേദിയിലേക്ക് ആനയിക്കാൻ സാധിച്ചത്. അത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അവരുടെ സഹകരണമില്ലാതെ, അധ്യാപകരുടെ അകമഴിഞ്ഞ സഹകരണവും കണ്ടെത്താനുള്ള ശ്രമവും ഇല്ലാതെ ഒരിക്കലും ഇത് സാധ്യമാകുമായിരുന്നില്ല. സാർ ഇതിനോടകം 700-ലേറെ കവിതകൾ കളക്ട് ചെയ്ത് സ്കൂളുകൾ ഏൽപ്പിച്ചു. ഇതിൽ ഏകദേശം 400-412 എണ്ണം മാത്രമല്ലേ ആലപിക്കപ്പെട്ടുള്ളൂ. അങ്ങനെ ആലപിക്കപ്പെടാതെ പോയ ഗൈഡ് കവികളുടെ പ്രതികരണം? ദ ഹെവൻ ഇന്റർനാഷണൽ എന്ന ആഗോള സാഹിത്യ കൂട്ടായ്മയിലൂടെ ദിവസവും രാവിലെ 7 മണിക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഈ പരിപാടി അത് 2-3 ദിവസം മുൻകൂട്ടി വിദേശത്തുള്ള കവികളെ അറിയിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ അയച്ചു തന്ന ആ കവിത ഇന്ന സ്കൂളിലെ ഇന്ന പേരുള്ള കുട്ടി ഈ ദിവസം ആലപിക്കും എന്ന് അവരെ മുൻകൂട്ടി അറിയിക്കാറുണ്ടായിരുന്നു. ദിവസവും രാവിലെ 7 മണിക്ക് ഇപ്രകാരം ഷെഡ്യൂൾ ചെയ്ത് ഇടുന്ന ഈ കുട്ടികൾ ആലപിക്കുന്ന കവിതകൾ കേട്ടിട്ട് വിദേശത്തുള്ള കവികൾ അപ്പോൾ തന്നെ അവർ കമൻ്റായിട്ട് പറയാറുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നൂതനമായ സാഹിത്യ വിപ്ലവമായിരുന്നു. ഇതിനു മുൻപ് അവർ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു രാജ്യത്തെ അവർ പേര് പോലും ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലപ്പേര് പറയുന്ന ഏതോ ഒരു സ്കൂളിലെ ഒരു കുട്ടി അവരുടെ കവിത വായിക്കുമ്പോൾ, അവരുടെ മുന്നിൽ നിന്ന് വായിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ കവിത ആ രാജ്യത്ത് ഏതോ ടെക്സ്റ്റ് ബുക്കിൽ അച്ചടിച്ചു വന്ന് അവിടെയുള്ളൊരു കുട്ടി എൻ്റെ മുന്നിൽ നിന്ന് ആലപിക്കുന്ന സുഖമാണ് അവർക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു അറിയിക്കുന്നവർ ധാരാളമായിരുന്നു. ആ കവികൾ പറയുന്നത് ഞാൻ എഴുതി അയച്ച കവിതയേക്കാൾ എത്ര മനോഹരമാണ് ഈ കുട്ടി സ്വന്തമായി ആലപിച്ച കവിത എന്നും, അതുകൂടാതെ എൻ്റെ കവിത ഞാനോ എൻ്റെ ഈ നാട്ടിലുള്ള ഏതെങ്കിലും കുട്ടികൾ ആലപിച്ചാൽ ഇത്ര മധുരതരമായിരിക്കില്ല എന്നും അറിയിച്ച കവികൾ ധാരാളമാണ്. നൈജീരിയയിൽ നിന്നുള്ള ലീഡ് 24, ആഫ്രിക്കയിൽ നിന്നുള്ള ദ എലൈറ്റ്സ് തുടങ്ങിയ ലോക പ്രശസ്തമായിട്ടുള്ള ഒരുപാട് മാഗസിനുകളിൽ ഈ കുട്ടികൾ അവരവരുടെ അതിൽ സ്വാധീനമുള്ള കവികളുടെ കവിത ആലപിച്ച കുട്ടികളുടെ ഫോട്ടോസ് മുഖചിത്രമായി അവർ ആലപിച്ച കവിത അതിൻ്റെ ഇന്നർ പേജിൽ ഉൾപ്പെടുത്തിയൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നു. അത് അവർക്ക് അതേ ദിവസം തന്നെ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും അറിയിക്കുമ്പോഴുള്ള അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധമായിരുന്നു. ഇത് നിരന്തരം ഒരു വർഷം 365 ദിവസം കൊണ്ട് 407 യുവകവികൾ ആണ് സൃഷ്ടിക്കപ്പെട്ടത്. കാരണം ചില ദിവസങ്ങളിൽ 3-4 കുട്ടികൾ സ്കൂളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതിനേക്കാൾ എല്ലാം ഉപരിയായി എനിക്ക് പറയാനുള്ളത്
ഒരു സ്കൂൾ ഇപ്പോൾ ഉദാഹരണത്തിന് അവനവൻചേരി, ആറ്റിങ്ങലിനടുത്തുള്ള, എൻ്റെ വീടിനടുത്തുള്ള അവനവൻചേരി എന്നുള്ള പേര് ഒരു 30 ദിവസമോ 40 ദിവസമോ ആ സ്കൂളിലെ കുട്ടികൾ ഐ ആം ഫ്രം അവനവൻചേരി ദാറ്റ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ആ നാടിൻ്റെ പ്രശസ്തി 87ഓളം ലോകരാഷ്ട്രങ്ങളിൽ ഉള്ള കവികൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു നാടിൻ്റെ പേര് അവിടെയുള്ള ഒരു കുട്ടിയിൽ കൂടി പ്രശസ്തമാകുക, ഇതിൽ പരം അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പ്രോഗ്രാം ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതിൽ ദുഃഖകരമായുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കളക്ട് ചെയ്ത എല്ലാ കവികളുടെയും, വിദേശത്തും നമ്മുടെ നാട്ടിലുള്ള എല്ലാ കവികളുടെയും അവർ അയച്ചുന്ന എല്ലാ കവിതയും കുട്ടികളെ കൊണ്ട് ആലപിച്ച് അവരെ കേൾപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. കാരണം പല സ്കൂളുകൾക്കും 200-300 കവിതകൾ അയച്ച് കൊടുത്ത അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിയ പല സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ആലപിച്ച ആ വീഡിയോസ് ഞങ്ങൾക്ക് അയച്ചു തരാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഈ കവികൾ, ഇതിൽ ഉൾപ്പെട്ട കവികളിൽ പലരും ചോദിക്കാറുണ്ടായിരുന്നു, ഇന്നലെ മറ്റേ കവി ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ കവിത മേടിച്ചിട്ട് എൻ്റേത് മാത്രം എന്തുകൊണ്ട് ആലപിച്ചില്ല, എൻ്റെ കവിത മോശമായതുകൊണ്ടാണോ എന്ന് ചോദിച്ച കവികളുണ്ട്. പക്ഷേ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, സ്കൂൾ കുട്ടികളാണ്, പരീക്ഷാ സമയമാണ്, അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അവർ റെക്കോർഡ് ചെയ്ത അവരുടെ കൂടി കവിത ഉൾപ്പെട്ട ആ വീഡിയോ കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. അത് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായി. തീർച്ചയായിട്ടും അവരുടെ കവിതകൾ ഇന്നും നമ്മുടെ കൈവശമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ അതും ഏതെങ്കിലും ഒരു സ്കൂൾ കുട്ടിയെ കൊണ്ട് ആലപിച്ച് അവർക്ക് സമ്മാനിക്കാൻ കഴിയും എന്ന ശുഭ വിശ്വാസത്തിലാണ് ഞാൻ. ഒരു കവിത സ്വന്തമായി എഴുതി ആലപിച്ചു എന്നതിലുപരി കുട്ടികൾക്ക് ഇതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ് സ്കൂൾ ലെവൽ ന്യൂ പോയിറ്റ്സ് ഇൻട്രഡക്ഷൻ ഫെസ്റ്റിവൽ എന്ന് ഞങ്ങൾ നാമകരണം ചെയ്ത ഈ പരിപാടിയുടെ അർദ്ധവാർഷിക സെലിബ്രേഷൻ നടന്നത് തോന്നയ്ക്കൽ സായിഗ്രാമിൽ വെച്ചായിരുന്നു. അന്ന് മുഖ്യ അതിഥിയായിട്ട് വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ആയ ശ്രീ ജയകുമാർ സാറായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കവിത എഴുതി എന്ന് വെച്ച് ഒരു കുട്ടി ഞാനൊരു കവിയായി എന്ന് വിചാരിക്കാൻ പാടില്ല എന്നായിരുന്നു. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ആ കുട്ടികളോട് പറയുന്നു അത് തന്നെയായിരുന്നു, എഴുതുക, വീണ്ടും വീണ്ടും എഴുതുക, എഴുതുന്നതിനേക്കാളും വായിക്കുക. ഒരു കവി, അത് പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾ എത്ര കൂടുതൽ വായിക്കുന്നു അത്രയും കൂടുതൽ അവരുടെ ഭാഷാശുദ്ധി ഉണ്ടാകും, അവരുടെ അറിവ് കൂടും. അതിനേക്കാൾ നല്ലവണ്ണം നാളെ ഒരു കവിത ചൊല്ലാനോ എഴുതാനോ എനിക്ക് കഴിയില്ലേ എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും. അതായിരുന്നു അപ്രകാരം കവിത എഴുതിയ കുട്ടികൾ, അവർ വീണ്ടും വീണ്ടും കവിത എഴുതി എത്രയോ കുട്ടികൾ, അത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പവൻ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അശ്വിൻ, അതുപോലെ എത്രയോ കുട്ടികൾ അവരുടെ കവിതാ സമാഹാരങ്ങൾ ഈ പ്രോഗ്രാം തീരുന്നതിന് മുൻപ് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഇംപ്രഷൻ അവരിൽ ഉണ്ടാക്കാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് 8 സ്കൂളുകളിൽ ആ സ്കൂളിലെ കുട്ടികൾ 30-40 കുട്ടികൾ എഴുതിയ കവിതകൾ ഉൾപ്പെടുത്തി ആ സ്കൂളുകൾക്ക് ഒരു സമാഹാരമാക്കി 8ഓളം ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് സപ്ലൈ ചെയ്യുകയുണ്ടായി. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ ഒരു സംഗതി കൂടിയുണ്ട്, എന്നൊന്നും ഓർമ്മിക്കത്തക്കതായിട്ടുള്ള ഒരു അനുഭവം. കാഞ്ഞിരംകുളം ഹൈസ്കൂളിലെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു കവിത അയച്ച ഒരു വിദേശ കവയിത്രി എന്നോട് ചോദിച്ചു, ഇന്ന് എൻ്റെ കവിത ആലപിച്ച ഒരു അഖില എന്ന് പറയുന്ന കുട്ടിയുടെ മുഖത്തൊരു മ്ലാനത കാണുന്നു. ഞാൻ വർഷം മൊത്തമുള്ള ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ കുട്ടികളും വളരെ സന്തോഷമായിട്ട് കവിത ആലപിക്കുന്നു. ഈ കുട്ടിയുടെ എനിക്ക് അങ്ങനെ തോന്നിയതാവാം, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ കുട്ടിക്ക്, ഒന്ന് അന്വേഷിച്ച് അറിയിക്കുമോ എന്ന് ചോദിച്ചു. അതോടൊപ്പം എൻ്റെ അഭിനന്ദനം കൂടി ആ കുട്ടിയെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയുടെയും ഞാനും സ്കൂളിൽ ചെന്ന് കുട്ടിയെ വരുത്തി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ പല ദുഃഖങ്ങളുണ്ട്. കുട്ടിയുടെ അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. അമ്മൂമ്മ വീട്ടുവേല ചെയ്ത് കിട്ടുന്ന വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് കുട്ടി പറഞ്ഞു. അവിടെ വെച്ച് തന്നെ, സ്കൂളിൽ വെച്ച് തന്നെ ഞാൻ ആ കവയിത്രിയുമായിട്ട് ബന്ധപ്പെട്ട് വിവരം അറിയിച്ചു. അപ്പോൾ അതിന് പ്രകാരം ആ കുട്ടിയുടെ ആജീവനാന്ത വിദ്യാഭ്യാസ ചെലവ് അവർ ഏറ്റെടുത്തോളാം എന്ന് കണ്ണീരോടുകൂടി ആണ് പറഞ്ഞത്. ആ മൊബൈലിൽ വീഡിയോയിൽ വന്ന് കുട്ടിയെ ആശ്വസിപ്പിക്കുകയുണ്ടായി.
അത് മറക്കാനാകാത്ത ഒരു സന്ദർഭം, ഒരു അവസരമായി അവിടുത്തെ ടീച്ചേഴ്സും ഹെഡ് മിസ്ട്രസും മറ്റും അവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംഭവിച്ചത്. ഒരു കുട്ടിയുടെ ആജീവനാന്ത വിദ്യാഭ്യാസ ചെലവ് ഒരു വിദേശ കവയിത്രി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. ഈ ഒരു സാഹിത്യ സബരിയ വൻ വിജയമായതിനെ തുടർന്ന്, ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും PTA-യുടെയും സ്കൂൾ അധികൃതരുടെയും ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന വണ്ണം അതാത് സ്കൂളുകളിലെ കുട്ടികളുടെ കവിതകൾ ആലപിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത മാസം ഞങ്ങൾ ആ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ട് ആ കവിതകൾ എഴുതിയതിൽ നിന്ന് ഏറ്റവും മിടുക്കരായിട്ടുള്ള 2-3 കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കാറുണ്ടായിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരെ പ്രേരിപ്പിച്ച അധ്യാപകർക്കും ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫംഗ്ഷനിൽ PTA ഭാരവാഹികൾ, സ്കൂളിലെ പ്രധാന അധ്യാപകരും മറ്റു വിദ്യാർത്ഥികളും എല്ലാം പങ്കെടുക്കാറുണ്ടായിരുന്നു. രക്ഷകർത്താക്കളെ നിർബന്ധമായിട്ടും വരുത്താൻ ശ്രമിക്കണം എന്നും ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. അവിടെ സന്നിഹിതരായിരുന്ന രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികൾ ജീവിതത്തിൽ ആദ്യമായി എഴുതിയ കവിതയെക്കുറിച്ച് വിദേശത്തുള്ള കവികൾ പോലും പറയുന്ന നല്ല വാക്കുകൾ കേട്ടിട്ട് രോമാഞ്ചം കൊള്ളാറുണ്ടായിരുന്നു. എൻ്റെ മകൻ അഥവാ എൻ്റെ മകൾ ക്ലാസ്സിൽ ഡാൻസ്, പാട്ട്, മറ്റുള്ള പ്രസംഗ മത്സരം ഇതിനെല്ലാം പങ്കെടുത്ത് നല്ല പൊസിഷൻസ് മേടിക്കാറുണ്ട്. നല്ലവണ്ണം പഠിക്കുന്നുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ മേടിക്കാറുണ്ട്. അതോടൊപ്പം കവിത എഴുതാൻ കൂടി എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകനൊരു കഴിവ് ഉണ്ട് എന്ന് രക്ഷകർത്താക്കൾ മനസ്സിലാക്കുന്നത് ഈ പരിപാടിക്ക് വരുമ്പോൾ മാത്രമായിരുന്നു. കാരണം കുട്ടികൾ ഭയന്നിട്ട് ആയിരിക്കാം പറയില്ല. അവരുടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പാട്ട് എഴുതി റെക്കോർഡ് ചെയ്തെന്ന് പറയാൻ പോലും ഭയന്ന കുട്ടികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ വെച്ച് ആ കുട്ടിക്ക് സമ്മാനം, ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും കൊടുത്ത് ആ കുട്ടിയുടെ കവിതയെക്കുറിച്ച് വിദേശ കവിതയിൽ ഇന്ന കമൻസാണ് പാസ്സാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ രക്ഷാകർത്താക്കൾക്കുണ്ടാകുന്ന അഭിമാനം, കുട്ടികളെ കെട്ടിപ്പിടിച്ച് കരയുന്നവരുണ്ട്, അധ്യാപകരെ വാനോളം പുകഴ്ത്തുന്നവരുണ്ട്. എൻ്റെ കുട്ടിക്ക് ഇനി ഒരു വലിയ കവി അല്ലെങ്കിൽ വലിയ കഥാകൃത്തുമാകാൻ കഴിയും, ഈ കഴിവ് ആദ്യമായാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന രക്ഷാകർത്താക്കൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. ഈ പ്രോഗ്രാമിൽ ആ രക്ഷാകർത്താക്കളുടെ അഭിമാനം കാണുമ്പോഴായിരുന്നു. ഈ സാഹിത്യ സബരിയ വിജയകരമാക്കാൻ സഹായിച്ച മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ സാഹിത്യ സബരിയ ഇவ்விധം ഒരു വൻ വിജയമാക്കാൻ സഹായിച്ച ഘടകങ്ങൾ ധാരാളമാണ്. അതിൽ ഏറ്റവും പ്രധാനം വിദേശികളടക്കമുള്ള കവികളുടെ സഹകരണം, അവരുടെ പ്രോത്സാഹനം, ഈ പരിപാടി കാണുമ്പോഴുള്ള അവരുടെ പ്രതികരണങ്ങൾ, ദിവസേനയുള്ള പ്രതികരണങ്ങൾ, അതുകൂടാതെ മഹത് വ്യക്തികളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചവണ്ണം ശ്രീ ജയകുമാറിൻ്റെ തിരുവിതാംകൂർ മഹാറാണി ശ്രീമതി ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി, സൂര്യകൃഷ്ണമൂർത്തി, വ്യവസായിയായ ശ്രീ VM രാധാകൃഷ്ണൻ, ഒട്ടനവധി മറ്റ് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, അതുകൂടാതെ എൻ്റെ ഈ സംഘടനയിൽ, എൻ്റെ സാഹിത്യ സംഘടനയിൽ അംഗങ്ങളായിരുന്ന അതിൻ്റെ ഫൗണ്ടർ എമാനുവൽ മെറ്റൽസ്, ശശിധരൻ മാഷ്, മുരളീധരൻ എന്നിവ ഒരുപാട് പേരുണ്ട്, അശോകൻ നീർലാൻഡി, സായി പ്രകാശ് ബെഹ്റാജി, അങ്ങനെ തുടങ്ങി നിത്യേന ഈ സംരംഭത്തിന് കൂടെ നിന്ന് സഹായിച്ച പ്രചോദനമായ ഒരുപാട് പേരുണ്ട്. വ്യക്തികളുടെ പേര് മാത്രം പറഞ്ഞാൽ പോരാ. അധ്യാപകർ, ഈ കുട്ടികളെ 27 സ്കൂളിലെ അധ്യാപകർ, ഒരു കുട്ടി ഒരു ദിവസം കവിത ചൊല്ലി കേട്ട ശേഷം ആ അധ്യാപകർക്ക് കൂടുതൽ കുട്ടികളെ കണ്ടെത്താനുള്ള ഒരു പ്രേരണ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ചില പേരുകളാണ് അവനോഞ്ചേരി സ്കൂളിലെ ശ്രീ സാബു സർ, ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളിലെ സീതാറാം B നായർ. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല എന്നുള്ള എല്ലാ അധ്യാപകരും, അതുകൂടാതെ എൻ്റെ പ്രിയ സുഹൃത്തും കവിയുമായ ശ്രീ ബിദുരാബി അശോക്, അദ്ദേഹം എന്നോടൊപ്പം ധാരാളം സ്കൂളുകൾ സന്ദർശിക്കാനും ഈ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുവാനും ധാരാളം ബുക്കുകൾ ലൈബ്രറികൾക്ക് വാങ്ങി സമ്മാനിക്കാനും, അദ്ദേഹം തന്നെ സ്വന്തമായി കുട്ടികളുടെ കവിതകൾ സമാഹരിച്ച് സമാഹാരമായി കൊടുക്കുക സഹായിച്ച ശ്രീ ബിദുരാബി അശോക്, അങ്ങനെ ഒരുപാട് പേരുടെ പ്രേരണയും സഹായവും ഒരുപാട് പേരുടെ പ്രയത്നവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ സ്കൂളിലെ പ്രധാന അധ്യാപകർ, രക്ഷാകർത്താക്കൾ, PTA ഭാരവാഹികൾ, അവരുടെ എല്ലാം നിസ്സീമമായ സഹകരണം ഇതിൻ്റെ പിന്നിലുണ്ട്. സാർ ഈ രംഗത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും വിധത്തിലുള്ള റെക്കോർഡുകൾ സൃഷ്ടിക്കുവാനോ
റെക്കോർഡുകൾ തിരുത്തുവാനോ ഉദ്ദേശിച്ച് തുടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരുന്നില്ല ഇത്. എങ്കിലും ഈ പ്രോഗ്രാം തുടർന്നു വന്നപ്പോൾ വിദേശീയരടക്കമുള്ള പല പ്രശസ്ത കവികളും പറഞ്ഞു ഇതൊരു പുതിയ ലോക റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനു മുമ്പ് ഇவ்விധം ഒരു സംരംഭം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ആ രീതിയിൽ ഒന്ന് ശ്രമിച്ചുകൂടി. പക്ഷേ ലോക റെക്കോർഡ് നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ അത് തുടങ്ങുമ്പോഴേ നമ്മൾ അത് വിദേശ അല്ലെ ഈ ഗിന്നസ് ബുക്ക് പോലുള്ള അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അറിയിക്കണം. ഈ പ്രോഗ്രാം ഒരു ആദ്യാവസാനം അത് അവർ വാച്ച് ചെയ്താൽ മാത്രമേ അത് ഒരു ലോക റെക്കോർഡായിട്ട് അവർ അംഗീകരിക്കുകയുള്ളൂ. എങ്കിലും ഇത് റെക്കോർഡിക്കലി ഉള്ളതാണല്ലോ, വീഡിയോസ് എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉള്ളതാണല്ലോ എന്നുള്ള ഒരു നിർദ്ദേശം വന്നതനുസരിച്ച് ഞങ്ങൾ ഈ ലോക റെക്കോർഡിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വിത്തിൻ അവർ റിസോഴ്സസ്, ഞങ്ങളുടെ സാമ്പത്തികവും മറ്റുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ശ്രമം നടത്തി. പക്ഷേ എന്തോ കാരണവശാൽ ഈ പ്രോഗ്രാം ഇടതടവില്ലാതെ നടത്തുവാനുള്ള ആ ശ്രമത്തിനിടയ്ക്കും ഓട്ടത്തിനിടയ്ക്കും പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ലോക റെക്കോർഡ് എന്നുള്ള ഒരു റെക്കോർഡിക്കൽ ആയിട്ടുള്ള ഒരു രേഖ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കാരുമായിട്ട് ബന്ധപ്പെട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, വീഡിയോസ് എല്ലാം അവർ കണ്ടു. ഏഷ്യൻ റെക്കോർഡ്സിൽ അവർ സർട്ടിഫൈ ചെയ്തു. അതുകൂടാതെ നമുക്ക് എങ്ങനെ ലോക റെക്കോർഡ് ഇത് സൃഷ്ടിച്ചു എന്ന് നമുക്ക് ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം 600ഓളം ലോക പ്രശസ്തരായിട്ടുള്ള ലോകത്തെമ്പാടുമുള്ള 87ഓളം രാജ്യങ്ങളിൽ ഉൾപ്പെട്ട കവികളെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക, അവരുടെ ബയോഡാറ്റയും കവിതയും സഹിതം പരിചയപ്പെടുത്തുക, അതൊരു റെക്കോർഡാണ്. 407 കുട്ടികളെ നമ്മുടെ നാട്ടിലെ അതും ടൗണിലോ കേന്ദ്രീകരിച്ചുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലെ ഗവൺമെൻറ് സ്കൂളുകളിലെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളെ കണ്ടെത്തി കവികളായിട്ട് ലോക സാഹിത്യത്തിലെ 365 ദിവസം ഒരു ദിവസം പോലും ഇടതടവില്ലാതെ പരിചയപ്പെടുത്തുക, അതൊരു റെക്കോർഡ്. ഒരു വർഷം നീണ്ടു നിന്ന 87 രാഷ്ട്രങ്ങളും നമ്മുടെ കൊച്ചു കേരളവും ഇന്ത്യയും എല്ലാം ഉൾപ്പെട്ട നിരന്തരമായിട്ടുള്ള സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റം ഇതിനു മുമ്പ് ലോകത്ത് ഒരിടത്തും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതാണ്. ഇത്ര നീണ്ട ഇടതടവില്ലാതെ 365 ദിവസം നീണ്ടുനിന്ന ഒരു ഈ പറഞ്ഞ കൈമാറ്റം, അത് സാംസ്കാരിക കൈമാറ്റം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെ 3 റെക്കോർഡുകൾ സൃഷ്ടിക്കുവാൻ ആയി ഈ പ്രോഗ്രാമിന് എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു വസ്തുതയാണ്. ബാലചന്ദ്രൻ സാറിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഗിന്നസ് ബുക്കിലും ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തവും അനുകരണീയവുമായ ഈ ഒരു സാഹിത്യ സഭയെ നമുക്ക് വേണ്ട രീതിയിൽ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.